64 കോടിയിലേറെ തീർത്ഥാടകരുടെ പങ്കാളിത്തത്താൽ ലോക ശ്രദ്ധ നേടിയ മഹാകുംഭമേളയ്ക്ക് ശിവരാത്രി ദിനത്തിലെ പുണ്യസ്നാനത്തോടെ സമാപനം കുറിച്ചിരിക്കുകയാണ്. ഹൈന്ദവപരമായ ആചാരപ്രകാരം കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും BJP എന്ന പാർട്ടിയെ സംബന്ധിച്ച് അതിലേറെ പ്രാധാന്യം ഈ ആചാരത്തിലുണ്ട്. 60 കോടി ഭക്തർ എത്തുന്ന എന്നതിനപ്പുറം BJPയുടെ തട്ടകമായ ഉത്തർപ്രദേശിലാണ് കുംഭമേള നടന്നത്. രാഷ്ട്രീയമായി BJP ഇത് ആയുധമാക്കിയപ്പോൾ പ്രതിപക്ഷം അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചടിച്ചത്. 45 ദിവസത്തെ തീർത്ഥാടനം ത്രിവേണി സംഗമത്തിലെ അമൃത സ്നാനത്തോടെ കുംഭമേളയ്ക്ക് തിരശീല വീണെങ്കിലും അതുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ അടുത്ത UP നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നീണ്ടു നിൽക്കും. രാവിലെ 11:08 മുതൽ പിറ്റേന്ന് രാവിലെ 8:54 വരെയാണ് അമൃത സ്നാനത്തിന്റെ മുഹൂർത്തമായിട്ട് കണക്കാക്കുന്നത്. 24 മണിക്കൂർ അടുത്തു നിൽക്കുന്ന ചടങ്ങുകളിൽ നടക്കുമ്പോൾ രാഷ്ട്രീയ ഗോതയിലെ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും കുംഭമേളയുടെ നടത്തിപ്പ് പരാജയമായിരുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അത് സമ്മതിച്ചു കൊടുത്ത മോദിയുടെ നിലപാടിൽ സത്യത്തിൽ ഞെട്ടിയത് യോഗി ആദിത്യനാഥാണ്. തന്റെ എക്സ് അക്കൗണ്ടിലൂടെയായിരുന്നു മോദി കുംഭമേളയിൽ ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ചില തെറ്റുകൾ പറ്റിയെന്നും ക്ഷമിക്കണമെന്നുമായിരുന്നു മോദിയുടെ തുറന്നു പറച്ചിൽ. കുംഭമേളയിൽ താൻ പങ്കെടുത്തതിന്റെ അടക്കം ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തിയത്. പ്രയാഗ്രാജിലെ ഐക്യത്തിന്റെ മഹാകുംഭത്തിൽ 140 കോടി രാജ്യക്കാരുടെ വിശ്വാസം 45 ദിവസം ഒത്തുചേർന്ന രീതി അതിശയകരമാണെന്നും മോദി പറഞ്ഞു. മഹാകുംഭം കഴിഞ്ഞപ്പോൾ മനസ്സിൽ വന്ന ചിന്തകൾ എഴുതാൻ ശ്രമിച്ചു എന്നാണ് മോദി വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട തന്റെ ബ്ലോഗ് പങ്കിടുകയും ചെയ്തു. ഇത്തരമൊരു മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് സംബന്ധിച്ച മോദി, ഭക്തരെ സേവിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്നും മോദി അറിയിക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള അവസാനിച്ചതിന് പിന്നാലെ ഭക്തർക്കുള്ള സന്ദേശം എന്ന നിലയിലാണ് നരേന്ദ്രമോദി സംസാരിച്ചത്. ഐക്യത്തിന്റെ മഹായാഗം പൂർത്തിയായതായിട്ടാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. എന്തായാലും UPയിൽ പൂർത്തിയായ കുംഭമേള രാജ്യത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പൂർണ്ണ കുംഭമേള, അർദ്ധകുംഭമേള, മാഘകുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട്. എല്ലാ വർഷവും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ചെറിയ കുംഭമേള ഉണ്ട്. 3 വർഷം കൂടുമ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത്. അർദ്ധകുംഭമേള 6 വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും. മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കാറുള്ളത്. 12 വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് മഹാകുംഭമേളയുടെ അവസാന ചടങ്ങുകൾ നടക്കുന്നത്. 2027 മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് അടുത്ത കുംഭമേളയ്ക്ക് അരങ്ങൊരുങ്ങുന്നത്.